വെൽക്കം ബാക്ക്. കൺഫ്യൂസ്ഡ്? ഒരു ECG റിപ്പോർട്ടോ ഇക്കോ റിപ്പോർട്ടോ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടോ കയ്യിൽ കിട്ടിയിട്ട് ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന ആശയക്കുഴപ്പത്തിൽപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് നോക്കാം ഹൗ ChatGPT ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് മെഡിക്കൽ ടേംസ് ആൻഡ് റിപ്പോർട്ട്സ്. I will tell you about my experience with ECG, echo and blood test reports. QTC, EGFR, left ventricular hypertrophy, creatinine, ഇങ്ങനെ പല മെഡിക്കൽ പദങ്ങളും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. Have you ever looked at an ECG or blood test report and felt completely lost? QTC, EGFR, left ventricular hypertrophy, creatinine, ഇങ്ങനെ പല മെഡിക്കൽ പദങ്ങളും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. ഡോക്ടർ വിശദീകരിച്ചാലും ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോഴേക്കും പറഞ്ഞതിൽ പകുതിയെങ്കിലും നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നാൽ ഡോക്ടറെ കാണുന്നതിന് മുമ്പോ കണ്ടതിന് ശേഷമോ ഈ റിപ്പോർട്ടുകൾ കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാലോ? എൻ്റെ തന്നെ ഒരു പേഴ്സണൽ അനുഭവം ഞാനിവിടെ പറയാം. ഒരു ഞായറാഴ്ച I had to get admitted in an emergency room in a nearby hospital. എൻ്റെ BP 230 കഴിഞ്ഞ് മുകളിലോട്ട് പോവുകയാണ്. എമർജൻസി റൂമിലെത്തിയ ഉടനെ ECG, ഇക്കോ എന്നിവ അവർ പരിശോധിച്ചു. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകളും എനിക്ക് തന്നു. ഈ റിപ്പോർട്ടൊക്കെ നോക്കി എന്നെ അറ്റൻഡ് ചെയ്തിരുന്ന ഡോക്ടർ പറഞ്ഞു, അത്ര സീരിയസ് ആയിട്ടൊന്നുമില്ല, പക്ഷേ അടുത്ത ദിവസം തന്നെ ഒരു കാർഡിയോളജിസ്റ്റുമായി അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് നന്നായിരിക്കും എന്ന്. ക്രമേണ BP താഴോട്ട് വന്ന് 10 മണിയാകുമ്പോഴേക്കും അത് ഏകദേശം നോർമലായി. രാത്രി 11:30 എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. അവർ തന്നെ ECG റിപ്പോർട്ടൊക്കെ നോക്കി ഞാൻ സ്വല്പം ഒന്ന് കൺഫ്യൂസ്ഡായി. എന്താണ് ഈ റിപ്പോർട്ട് പറയുന്നത്? ഈ റിപ്പോർട്ട് എനിക്ക് കിട്ടിയപ്പോൾ സത്യമായി പറയട്ടെ, ഇതിൽ എഴുതിയിരിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇതിലുള്ള നമ്പേഴ്സ് ആൻഡ് വേവ്സ് ഡിഡ് നോട്ട് മേക്ക് എനി സെൻസ് ടു മീ. അങ്ങനെയാണ് ഞാൻ ChatGPT എന്ന AI അസിസ്റ്റൻറ്റിൻ്റെ സഹായം തേടിയത്. പക്ഷേ ഇന്ന് ഇതിലെ ഓരോ വരിയും എനിക്ക് ഏകദേശം മനസ്സിലാകും. അതിന് കാരണം എൻ്റെ ഡോക്ടർ മാത്രമല്ല, ഡോക്ടറെ കാണുന്നതിന് മുന്നേ ChatGPTയുമായി നടത്തിയ സംഭാഷണമാണ് അതിന് എന്നെ സഹായിച്ചത്. ഹിയർ ഈസ് ഹൗ ഐ ആസ്ക്ഡ് ChatGPT. ECG റിപ്പോർട്ട് സ്കാൻ ചെയ്ത് ഞാൻ ChatGPTയിൽ അപ്ലോഡ് ചെയ്തു. ഐ ഗേവ് മൈ ഹെൽത്ത് കണ്ടീഷൻ ടു ChatGPT. അതിനോട് എൻ്റെ BP ഹിസ്റ്ററി പറഞ്ഞു, 2017 ആൻജിയോപ്ലാസ്റ്റി ചെയ്ത കാര്യം പറഞ്ഞു, ഞാൻ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റും ബ്ലഡ് എക്സാമിനേഷൻ റിപ്പോർട്ടും അതിന് നൽകി. പിന്നെ ഒരു ഹോസ്പിറ്റലിലെ എമർജൻസി റൂമിൽ കിടന്ന പരിതസ്ഥിതിയും ഞാനിതിനോട് പറഞ്ഞു. ഇവിടെ കോണ്ടെക്സ്റ്റ് മേക്സ് ഹ്യൂജ് ഡിഫറൻസ്. കൃത്യമായ നമ്മളുടെ പരിതസ്ഥിതി പറഞ്ഞാൽ AI അസിസ്റ്റൻറ്റിന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും കൃത്യമായി നമുക്ക് വിവരങ്ങൾ തരാനും സാധിക്കും. ChatGPTയോട് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം. ഈ ECG നോർമലാണോ? ഞാൻ അതിനോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇറ്റ് വാസ് ഷോയിങ് എ പൾസ് റേറ്റ് ഇൻ്റർവെൽ ഓഫ് 250 milliseconds. വാട്ട് ആർ ദ ഇൻഡിക്കേഷൻസ്? വാട്ട് ഡസ് ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി മീൻ? എന്താണ് QTC? ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട എൻ്റെ മനസ്സിൽ വന്ന എല്ലാ സംശയങ്ങളും അതിനോട് ചോദിച്ചു. AI അസിസ്റ്റൻറ്റിനോട് സംസാരിക്കുമ്പോൾ I don't ask which medicine should I take. Instead, I ask, please explain this report. ഈ AIയുമായുള്ള കോൺവെർസേഷനിൽ ഞാൻ എന്താണ് മനസ്സിലാക്കിയത് എന്ന് പറയാം. ECGയിൽ കാണുന്ന ടേംസ് PR, QRS, QT, QTC എന്നിവ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ പറഞ്ഞു തന്നു. പൾസ് റേറ്റ് ഇൻ്റർവെൽ PR of 252 milliseconds, അതിൻ്റെ നോർമൽ വാല്യൂ 120 to 200 milliseconds എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ആ കോണ്ടെക്സ്റ്റിൽ
250 എന്ന എൻ്റെ പൾസ് റേറ്റ് ഇൻ്റർവെൽ ഹൈ ആണെന്ന് ChatGPT പറഞ്ഞു. ആ സമയത്ത് എൻ്റെ റിസ്റ്റ് പൾസ് 50 ആയിരുന്നു, which was showing a variance with the pulse rate shown in the ECG. ChatGPT suggested to bring this fact to the notice of the doctor. ChatGPTയുടെ അഭിപ്രായത്തിൽ ഞാൻ BP-ക്ക് കഴിക്കുന്ന ഒരു ബീറ്റ ബ്ലോക്കറുടെ ഡോസേജ് ഈ അടുത്ത കാലത്ത് കൂട്ടിയത് പൾസ് റേറ്റ് ഇൻ്റർവെൽ കൂടാൻ ചിലപ്പോൾ ഒരു കാരണമായിരുന്നിരിക്കാം. ഇവിടെ ഒരു കാര്യം ഊന്നി പറയേണ്ടതുണ്ട്. യു കനോട്ട് റീപ്ലേസ് ദ ഡോക്ടേഴ്സ് ജഡ്ജ്മെൻറ്റ്. ദർ ആർ തിങ്സ് ChatGPT കനോട്ട് ഡു. അതിന് നിങ്ങളെ പരിശോധിക്കാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ലിസൺ ടു യുവർ ഹാർട്ട്. ഇറ്റ് കനോട്ട് റീപ്ലേസ് യുവർ ഡോക്ടേഴ്സ് ജഡ്ജ്മെൻറ്റ്. ഡോക്ടറുമായി സംസാരിക്കുവാൻ നമുക്കുള്ള ഒരു സഹായം മാത്രമാണ് നമുക്ക് AI അസിസ്റ്റൻറ്റിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങൾ. അടുത്ത പ്രാവശ്യം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറയാം. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കൂടുതൽ മനസ്സിലായി തുടങ്ങി. എനിക്ക് കിട്ടിയ പുതിയ അറിവുകളുടെ സഹായത്തോടെ ഞാൻ എൻ്റെ സംശയങ്ങൾ ഡോക്ടറോട് പറഞ്ഞു. ഹി ഓർഡേർഡ് എ ന്യൂ ECG. ഹി ഒബ്സർവ്ഡ് പൾസ് റേറ്റ് സ്വല്പം ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. He observed that all other parameters are good and he decided to continue the increased dosage of the beta blocker. Only the doctor can make this decision. എന്താണ് ChatGPT പോലുള്ള AI അസിസ്റ്റൻസിന് നന്നായി ചെയ്യാൻ പറ്റുന്നത്? AIക്ക് നമ്മുടെ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വിശദീകരിച്ച് തരാൻ പറ്റും. റിപ്പോർട്ടിലെ ഓരോ കാര്യവും വളരെ ലളിതമായി വിശദീകരിച്ച് ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നത് പോലെ നമുക്കതിന് പറഞ്ഞു തരാൻ പറ്റും. നമ്മളുടെ ഏത് ചോദ്യത്തിനും അത് കൃത്യമായ ഉത്തരം നൽകുന്നു. അതുപോലെ റിപ്പോർട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് കൂടാതെ പ്രീവിയസ് റിപ്പോർട്ട്സും കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്പാരിസൺസും അതിന് നൽകാൻ പറ്റും. നമ്മൾ സാധാരണ ജാർഗൺസ് എന്ന് കരുതി നോക്കാൻ മടിക്കുന്ന എല്ലാ ടേംസും അത് വളരെ സിമ്പിളായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ ഒരു കാര്യം, നമ്മൾ കൊടുത്തിരുന്ന വിവരങ്ങൾ അത് സൂക്ഷിക്കുകയും മാസങ്ങൾക്ക് ശേഷം വീണ്ടും അതിനെ സമീപിക്കുമ്പോൾ മുന്നേ അതിൻ്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും കൂടി കണക്കിലെടുത്താണ് അത് നമുക്ക് മറുപടി തരുന്നത്. കറക്റ്റ് കോണ്ടെക്സ്റ്റ് AI അസിസ്റ്റൻറ്റിനോട് പറയുക എന്നത് വളരെ പ്രധാനമാണ്. AI ഉപയോഗിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനാണ്, സ്വന്തം ട്രീറ്റ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്. മെഡിക്കൽ ടെർമിനോളജികൾ അതിന് വ്യക്തമായി മനസ്സിലാക്കി തരാൻ പറ്റും. Interpret different values in a report. It can tell you why a doctor would have ordered a specific test. It can explain abnormal ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് വിശദീകരിച്ച് തരുവാൻ AI അസിസ്റ്റൻ്റ് കഴിയും. It can help you prepare meaningful questions before meeting your doctor. അതുപോലെ മരുന്നുകളുടെ സൈഡ് ഇഫക്ട്സുകൾ എന്താണ്, നിങ്ങളുടെ കറണ്ട് റിപ്പോർട്ടും പ്രീവിയസ് റിപ്പോർട്ടും തമ്മിലുള്ള കമ്പാരിസൺ, ഇതൊക്കെ വളരെ വ്യക്തമായി ഒരു AI അസിസ്റ്റൻറ്റിന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. യൂസ് ഓഫ് AI സപ്പോർട്ട് ബൈ പേഷ്യൻസ്. എല്ലാ ആശുപത്രികളിലും പേഷ്യൻസ് ചാർട്ടർ ഓഫ് റൈറ്റ്സ് പ്രദർശിപ്പിച്ച് കാണാം. ഈ ചാർട്ടർ ഓഫ് റൈറ്റ്സിൽ റൈറ്റ് ടു ക്ലിയർ ഡീറ്റെയിൽസ് അബൌട്ട് ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്, എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് ആൻഡ് പൊട്ടൻഷ്യൽ റിസ്ക് ഇവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഫ് AI can be a tool that can improve patient awareness, I think it has to be widely used. If you have tried using AI to understand a medical report, I would love to hear about your experience. Kindly give your feedback as comments. Hope this video has been useful. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യൂ. If you are not already subscribed to our channel, please do subscribe now. Thank you for watching. Hope to see you soon with another useful video shortly. Take care.